ഹലോ ഗേൾസ്, എന്താ നിങ്ങളെ വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? സുഖാന്നല്ല വിചാരിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് എൻ്റെ ഒന്നാമത്തെ നോമ്പിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലുണ്ട്. ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാൻ പറ്റൂലേ? ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പോളൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. തിരക്കുള്ളവരെന്താ ചെയ്യേണ്ടേ? അത് മാത്രം കണ്ടിട്ട് പോവാം. അല്ലാത്തവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് നിൽക്കണേ. നോമ്പെല്ലാം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? മാഷാ അല്ലാ. അങ്ങനെ നമുക്കൊരു നോമ്പ് കിട്ടിയല്ലേ. ഇനി ഇൻഷാ അല്ലാ 30 നോമ്പും കൂടി കിട്ടിയാൽ എന്താ പറയുക, കൂടുതലൊന്നും പറയാനില്ലല്ലേ. മാഷാ അല്ലാ, റബ്ബ് സഹിച്ചിട്ട് എല്ലാവർക്കും ഫുൾ നോമ്പ് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. അതോടൊപ്പം കൂടുതൽ അമൽ ചെയ്യാനുള്ള ഭാഗ്യം കൂടി ഉണ്ടായിട്ട് നല്ലൊരു മനസ്സുണ്ടായിട്ട് എന്ന് അല്ലേ. മനസ്സുണ്ടെങ്കിലല്ലേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും. പിന്നെ ഇതോടൊപ്പം പ്രാർത്ഥന എന്ന് വെച്ചാൽ അത് ഈമാൻ്റെ പകുതിയാണ്. അതുകൊണ്ട് നമുക്കിതാ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നേരത്തെ കാലത്ത് ഇന്ന് എണീറ്റിട്ടുണ്ട്. നോമ്പാന്ന് വിചാരിച്ചിട്ട് പകലൊന്നും അങ്ങനെ കൂടുതൽ കിടന്നുറങ്ങാറൊന്നുമില്ല. എണീച്ച പാടി ഇതാ കിച്ചണിൽ വന്ന് മൈദ കുറച്ച് അരിക്കാനുണ്ട്. നിങ്ങളൊക്കെ മൈദ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും മൈദയിൽ നല്ലതാണെന്നെല്ലാം പറയും, എന്നാലും നമുക്കൊരു തൃപ്തി വേണ്ടേ അല്ലേ. അങ്ങനെ ഞാനിതാ ഫുൾ മൈദ ഇങ്ങനെ അരിച്ചെടുക്കുന്നുണ്ട്. എന്നെല്ലാവരും മനസ്സിലും കൂടുതലായിട്ട് ചിന്ത ഉണ്ടാവുക എന്തായിരിക്കും? പെട്ടെന്ന് നിങ്ങൾ കമൻ്റ് ആക്കിക്കോ. ഇന്ന് എന്താളി സ്പെഷ്യൽ കടിയൊക്കെ ഉണ്ടാക്കുക എന്ന്. അങ്ങനെ അത് ആലോചിച്ചിട്ട് വെറുതെ ഇങ്ങനെ സമയത്ത് കൊല്ലേണ്ട സമയം എന്ന് വെച്ചാൽ അതിൻ്റെ വില നമുക്ക് മനസ്സിലായിട്ടാണല്ലേ. സമയം എന്ന് വെച്ചാൽ അത്രയും വിലപ്പെട്ട് തന്നെയാണ് ഗായ്സ്. മറ്റുള്ള മാസങ്ങൾ പോലെയല്ലല്ലോ. ഈ മാസത്തിന് കൂടുതൽ പ്രത്യേകത ഉണ്ടല്ലോ. അത് ചിലപ്പം എന്നെക്കാട്ടും കൂടുതൽ അറിയുന്ന ആൾക്കാർ നിങ്ങൾ തന്നെയാണ്. അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാനില്ല 2-3 ദിവസം മുമ്പ് തന്നെ ഇങ്ങനെ പ്ലാനാക്കി വെച്ചിരുന്നു. വീഡിയോ എടുക്കാനും നല്ല സമയം പിടിക്കും, നമ്മളാകെ ടയേർഡാകും. നോമ്പാന്ന് കാലം നമുക്കങ്ങനെ ഉരുട്ടി കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ദുനിയാവിലേക്ക് മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ കായസ്. നാളെ ഖബറിലേക്ക് പോകും. എന്തായാലും എല്ലാവരും ഖബറിലേക്ക് പോകുമല്ലേ. നമുക്ക് നോമ്പ് 30 കിട്ടുമെന്ന് അള്ളാൻ്റെ ഉള്ളൂ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ദ്വാരക്കണം, പ്രാർത്ഥന ഈമാൻ്റെ പകുതി തന്നെയാണ്. അങ്ങനെ മൈദെല്ലാം കുഴച്ച് വെച്ചിട്ട് ഞാനിതാ ഉള്ളി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ റൂമിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ സ്റ്റോർ റൂം. ഇവിടെയാണ് നമ്മുടെ ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കാറ്. നമ്മുടെ കണ്ണൂർ പ്യാപ്പള വീട്ടിൽ കൂടിയാൽ ആദ്യത്തെ ഒരു 3-4 ദിവസം കുഷി തന്നെയാണ്. അപ്പോൾ കടിയെല്ലാം ഉണ്ടാക്കിയാൽ ഈ ഒരു സ്റ്റോർ റൂമിൽ തന്നെ കൊണ്ടുവെക്കുക ഗൈസ്. കട്ട് വെക്കുന്ന പരിപാടിയിലല്ലേ. അതൊക്കെ രസമാണല്ലോ. അതൊക്കെ രസമാണ്. ഒരു വീട്ടിൽ സ്റ്റോർ റൂം നിർബന്ധം തന്നെയാണല്ലേ. ഇങ്ങനെ സാധനങ്ങളെല്ലാം കൊണ്ടുവെക്കേണ്ടത്. അതൊക്കെ ഇപ്പം പിന്നെ എല്ലായിടത്തും കബോർഡെല്ലാം ഉണ്ടാകും, എന്നാൽ സ്റ്റോർ റൂം തന്നെയാണ്. അത് വേറെ എവിടെ എത്തില്ല ഗൈസ്. ഞാനൊക്കെ എല്ലാ അതിലാണ് കൊണ്ടുവെക്കുക കേട്ടാ. പിന്നെ വേറെ എന്താ, അങ്ങനെ 3 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളിയാണ്, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ചെറിയ ഉള്ളിയാണ് കിട്ടാറ്. ഇതിപ്പോൾ വലുതെടുത്തിട്ടുണ്ട്. അങ്ങനെ തൊലിയെല്ലാം കളഞ്ഞ് അതെല്ലാം കഴുകി. പിന്നെ എൻ്റെ കൂടെ എൻ്റെ അനിയത്തിൻ്റെ മോള് രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. പിന്നെ നോമ്പല്ലേ, അങ്ങനെ ഞാൻ പറഞ്ഞാൽ പിന്നെ നീ വെളുത്തുള്ളി തൊളിക്കുമെന്ന് പറഞ്ഞിട്ട് അവളിൽ വെളുത്തുള്ളി ഇഞ്ചിയും കൊടുത്തിട്ടുണ്ട് ഗായ്സ്. പിന്നെ നാളെ പബ്ലിക് എക്സാം തുടങ്ങിയല്ലേ. എൻ്റെ മൂത്ത മോൾക്ക് നാളെ എക്സാമാണ്. ചെറുതിന് പിന്നെ തുടങ്ങിയില്ലല്ലോ. അങ്ങനെയാണ് ഗായ്സ്. അങ്ങനെ മോളൊന്നും കിച്ചണിലേക്ക് വന്നിട്ടില്ല. ഞാൻ പിന്നെ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് 11:30 മണിക്ക് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം എണീറ്റിട്ടുണ്ട്. മോൾ എണീറ്റിട്ടുണ്ട്. ചെറുത് പിന്നെ കിടന്നുറങ്ങുന്നുണ്ട്. ഇന്ന് പിന്നെ സൺഡേ അല്ലേ, നമുക്ക് ഒന്നാമത്തെ നോമ്പ് കിട്ടിയതിന് സൺഡേ അല്ലേ. ഞാൻ അസ്രസ്കാരം കഴിഞ്ഞാൽ അന്ന് പൊതുവേ കിച്ചണിലേക്ക് ഇറങ്ങുക. വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്കത് നടക്കില്ല. അതുകൊണ്ടാണ് ഗൈസ്. അങ്ങനെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഇതാ ആവശ്യത്തിനുള്ള സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് വഴണ്ടിയിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ അത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ ചിക്കൻ കറിയും ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ കുറച്ച് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. ഉള്ളി വഴണ്ടി വന്ന ശേഷം അതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും പച്ചമുളകും അങ്ങനെ അത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പുറം പിന്നെ ഞാൻ ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇന്നേക്കും നാളേക്കുള്ളതാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്തിട്ട് പിന്നെ അത് നല്ലോണം ഒന്ന് കൈവച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. ഞാൻ പെട്ടെന്ന് അത് മിക്സാക്കി എടുക്കട്ടെ. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കണം. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കൻ പോളയാണ്. പേര് പോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ ഈസി തന്നെയാണ്. പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ചിക്കൻ്റെ പീസാണ്. അത് ചെറിയ കഷ്ണമാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുനാരങ്ങ അതൊക്കെ നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടാത് ചെറിയ കഷ്ണമാക്കി എടുക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടില്ല അല്ലേ? അത് ഞാൻ വിട്ടുപോയി. ഇനി ഇത് കുക്കാക്കി എടുക്കാനുണ്ട്. ഇനി അതിലേക്ക് വെജിറ്റബിളും കൂടി വേണം. അത് ഞാൻ കാണിക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഞാനിവിടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ഉള്ളി തക്കാളിയെല്ലാം കരിഞ്ഞു പോകും. നിങ്ങൾ വെയിറ്റ് ആക്കുക കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഇതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കവും ഉള്ളിയാണ്. അത് പിന്നെ ഇതാ ഈ ഒരു സ്റ്റൈലാണ് ഞാൻ കട്ടാക്കി എടുക്കുന്നത്. അതായത് ചെറിയ പീസാക്കിയിട്ട് എടുക്കും. നമ്മൾ സാധാരണ ഉള്ളി എങ്ങനെയാണോ കട്ട് ചെയ്യൽ അതേപോലെ അല്ല ഇതിലേക്ക് കട്ട് ചെയ്യേണ്ടത്. ഞാൻ ഇങ്ങനെ ഈ ഒരു സ്റ്റൈലാണ് കട്ടാക്കി എടുക്കുന്നത്. അങ്ങനെ അത് രണ്ടും കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചിക്കനിലേക്ക്. വെജിറ്റബിൾ അല്ലേ, പെട്ടെന്ന് തന്നെ കുക്കായി വരും. ചിക്കനല്ലേ പിന്നെയും കുക്കാൻ സമയം പിടിക്കുക, എന്നാലും പെട്ടെന്ന് തന്നെ റെഡിയാവും. ഈ ഒരു പോള കഴിച്ചവരുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ആക്കണം. ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചവരാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്, ഉണ്ടാക്കാനും ഈസിയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത്, ഇത് ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ ബട്ടർ പിന്നെയും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിൽ മിക്സ് ആക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് തൽക്കാലം ഒന്ന് അവിടെ മാറ്റി വെക്ക്. കഴിഞ്ഞിട്ടില്ല, ബാക്കി പണി ഇനി കാണാനുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇറച്ചിപ്പത്തിരിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതെൻ്റെ മോൾക്ക് നിർബന്ധം തന്നെയാണ്. എൻ്റെ മോള് രാവിലെ തന്നെ പറയുന്നുണ്ട്, ഉമ്മ പോള ഉണ്ടാക്കുന്നുള്ളൂ, ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുന്നില്ലേ എന്ന്. അല്ല സോറി, സമൂസ ഉണ്ടാക്കുന്നില്ലേന്ന്. ഞാൻ പറഞ്ഞ് സമൂസ വേണം, നമുക്കിന്ന് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഇതാ അത് റൗണ്ടിൽ പരത്തി എടുത്തിട്ട് അതിൻ്റെ 4 സൈഡിലായിട്ട് ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. അത് പരത്തിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേറൊരു തൊലി വെച്ചിട്ട് അതിനൊന്ന് കവർ ചെയ്യുക. ഇറച്ചിപ്പത്തിരിയും സമൂസൊക്കെ ഒരേ ടേസ്റ്റ് തന്നെയാണ്. ആ ഒരു ഷേപ്പിൽ മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. എങ്ങനെയാണ് ടേസ്റ്റൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും അല്ലേ? അങ്ങനെയാണ്. അങ്ങനെ അത് വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ ആ ഒരു സൈഡൊക്കെ നല്ലോണം ഒന്ന് ഒട്ടിച്ച് കൊടുക്കണേ, ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സമൂസ ഇല്ലാണ്ട് നമുക്ക് എന്ത് നോമ്പല്ലേ. അങ്ങനെ ഇത് വെച്ചിട്ട് ഇതിൻ്റെ സൈഡും എല്ലാം കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊക്കെ നോമ്പിന് എണ്ണക്കടിയൊക്കെ കൂടുതൽ ഉണ്ടാക്കാറുണ്ട്, അതായത് ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാക്കുമോ? 1 ആണോ 2 ആണോ 3 ആണോ? നിങ്ങൾ കമൻ്റ് ആക്കുക. എരിവാണോ കൂടുതൽ ഇഷ്ടം, മധുരമാണോ? ഞാൻ കൂടുതലും മധുരമല്ല സോറി എരിവാണ് ഉണ്ടാക്കാറ്. മധുരം പിന്നെ ഉണ്ടാക്കി എല്ലാവരും കഴിക്കില്ല, അതുകൊണ്ട് ഉരുട്ടി കളിക്കും. പ്രത്യേകിച്ചിട്ട് ഞാൻ കേട്ടാ. ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉന്നക്കായ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. നോമ്പിന് പിന്നെ നമുക്ക് എരിവുള്ളക്കടി തന്നെ കിട്ടണം. ഇങ്ങനെ ചിക്കനൊക്കെ വെച്ചിട്ട് പിന്നെ പുറത്തൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. അപ്പം എല്ലാവരും നോമ്പിന് അകത്തുനിന്ന് തന്നെയല്ലേ ഉണ്ടാക്കുക. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടെല്ലാം പറയുന്നിട്ടുണ്ട്, എറണാകുളത്താണ് കേട്ടോ. അവൾ പറയുന്നിട്ടാണ് നമ്മളിവിടെയെല്ലാം എല്ലാ കടയിൽ നിന്ന് വാങ്ങാന്ന്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയാൽ പോരെ, ഈസിയല്ലേ? അതുമല്ല പിന്നെ നോമ്പല്ലേ, നമുക്ക് കുറച്ചെല്ലാം ഒന്ന് സമയം പോണ്ടേ. ഇങ്ങനെയെല്ലാം പണിയെടുക്കുമ്പോൾ സമയം പോവും അല്ലേ? പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഭയങ്കര പൈസ എണ്ണി കൊടുക്കണ്ട. അപ്പം അതുമല്ല നമുക്ക് കുടൽ നിറയെ കഴിക്കാൻ പറ്റുമോ? വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുടൽ നിറയെ കഴിക്കാല, സോറി വയറ് നിറയെ കഴിക്കാല.
അത് പൊരിച്ചെടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഇനി നിങ്ങൾ ഇതിലേക്ക് നേരത്തെ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് 1/4 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 3 കോഴിമുട്ടയാണ്. അത് ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പോളം ഓയിലാണ്. സൺഫ്ലവർ ഓയിലൊന്നല്ല, സാദാ ഓയിലാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ഗ്ലാസ്സോളം പാലാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് പെപ്പർ പൗഡർ. അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് പൊടിപ്പിക്കാറ്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി അത് പൊടിപ്പിക്കാനും വേണ്ടിയിട്ട് പോയി കേട്ടോ. ഉമ്മാൻ്റെ അടുത്ത് പിന്നെ കുരുമുളകൊക്കെ ഉണ്ട്. പിന്നെ അതങ്ങ് പൊടിപ്പിക്കാമെന്നല്ലാണ്ട് പൊടിയൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് സാൾട്ടും കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇത് മൊത്തത്തിലൊന്ന് അടിച്ചെടുത്തിട്ട് വരിക കേട്ടോ. അപ്പോഴേക്കിതാ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വന്ന ആ ഒരു പാനിലേക്ക് ഞാനിതാ നല്ല നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല നെയ്യിൽ തന്നെ ടേസ്റ്റ് ഉണ്ടാകുക. അങ്ങനെ അത് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ചിക്കൻ പീസൊക്കെ ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് തന്നെ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കുക. മേൽഭാഗത്ത് എല്ലാ സൈഡിലും എത്തുന്ന വിധത്തിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ മാത്രമേ നമ്മൾ കടിക്കുന്ന സമയത്ത് നമുക്ക് അതൊക്കെ കിട്ടും, ചിക്കനൊക്കെ കിട്ടണ്ടേ. അതുകൊണ്ട് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തോ നിറയെ. എന്നിട്ടെന്താ, അത് അടച്ച് വെച്ചിട്ട് 20 മിനിറ്റിനുള്ളിൽ രണ്ടാൾ റെഡിയായി വരും. പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. നല്ലൊരു പോളല്ലേ ഇത്, ഈസിയല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതൊക്കെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. എല്ലാം ഒരുമിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നില്ല, പകുതിയായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടുമല്ല. ഈ ഒരു പാത്രത്തിൽ അങ്ങനെ എണ്ണ ഒന്നും കുടിക്കുന്നില്ല. മാഷാ അല്ലാ. അതിനിടയ്ക്ക് കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അതൊക്കെ കുറച്ച് മോളെന്നെ അതിനിടയ്ക്ക് ഞാനും കുറച്ച് കഴുകുന്നുണ്ട്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്ക് കുറേ പാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഒരുമിച്ചിട്ട് കഴുകാന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ. നോമ്പിന് പിന്നെ ഇതാണ്, കുറേ പാത്രങ്ങളാണ് ഉണ്ടാകുക. മാഷാ അല്ലാ. അങ്ങനെ എന്ത് ചെയ്ത് അതെല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് പരിപാടി ഇതാ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യലാണ്. ഞാൻ എൻ്റെ മോളോട് പറയുകയും ചെയ്യുന്നുണ്ട്, എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്യേണ്ട, നോമ്പല്ലേ. നോമ്പ് മുറിക്കുന്ന ആ ഒരു ടൈമിൽ മാത്രമേ ആക്രാന്തൽ ഉണ്ടാകും. പിന്നെ ആക്രാന്തൊന്നും ഉണ്ടാവില്ല. പിന്നെ എല്ലാം അവിടെ ബാക്കിയായി കിടക്കും. ആവശ്യത്തിനുള്ളത് മാത്രം നമുക്ക് ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ എന്ത് ചെയ്ത് ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത്, എനിക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര മടി തന്നെയാണ്. ബാക്കിയെല്ലാം ഞാൻ മോളിൽ കൊടുത്തിട്ട് പറഞ്ഞ് നീ കട്ട് ചെയ്തോ ഇന്ന്, കുറേ കട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട പിന്നെ ഏകദേശം പഴുത്തിട്ടുണ്ട്. അപ്പം നാളത്തേക്ക് വെച്ചാൽ പിന്നെ പഴുത്തതെല്ലാം എടുത്ത് ചാടേണ്ടി വരും. അപ്പോഴേക്ക് മോശമാവും. ഞാൻ പറഞ്ഞ് വെറുതെ കളയണ്ട, പിന്നെ സപ്പോട്ട ജ്യൂസ് അടിച്ചാൽ മതി എന്നിട്ട് അങ്ങനെ അവൾ സപ്പോട്ട ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അവിടെ പോയിട്ടുണ്ട്, സ്റ്റോർ റൂമിലേക്ക് പോയിട്ടുണ്ട്. മിക്സിയൊക്കെ ഞാൻ അവിടെയാണ് കൊണ്ട് വെക്കാറ്. പിന്നെ അതിനിടയ്ക്ക് കുടിക്കാൻ, അതായത് നമ്മളെ ദാഹമൊക്കെ മാറ്റേണ്ട, അതിന് വേണ്ടിയിട്ട് ചെറുനാരങ്ങ ലൈം അതാണ്. അത് പിന്നെ അവൾക്ക് നിർബന്ധം തന്നെയാണ്, അത് കുടിച്ചാലേ ദാഹം മാറും. പിന്നെ വേറെന്താ, അങ്ങനെ ഫ്രൂട്ട്സ് ഇങ്ങനെ എന്താ പറയുക, വേറെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പ്ലേറ്റിൽ വെക്കണ്ട. നമുക്കിങ്ങനെ എന്താ പറയുക, ഫലൂദ പോലെ ആക്കിയിട്ട് ഇങ്ങനെ തണുത്തത് കഴിക്കുന്നതല്ല സുഖം. അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്തിട്ട് മിക്സാക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ ഫലൂദ പോലെ ആക്കിയതിന്. അപ്പോൾ അതിൽ ഞാൻ കസ്കസ്, പിന്നെ കുറച്ച് ഐസ്ക്രീം, പിന്നെ എല്ലാ ഫ്രൂട്ടും, വേറെന്താ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പോളെല്ലാം കട്ടാക്കി റെസിപ്പി മാത്രമായിട്ടല്ല കൊടുക്കുന്നത്. നമ്മൾ വ്ളോഗിൽ ഇതൊക്കെ നിങ്ങളോട് ആക്കല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനത് വേറെ തന്നെ കാണിക്കാണ്ടിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഈ പോള കഴിച്ചിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്താ ചെയ്യുക, രാത്രിയാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഒരു 12 മണിക്കെല്ലാം അത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ട് രാവിലെ തന്നെ അപ്ലോഡ് ആക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ള ഇൻഷാ അല്ലാ. നിങ്ങളെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലിട്ട് ആക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്നല്ല വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഓക്കെ ബൈ. ഇൻഷാ അല്ലാ, നമുക്ക് നാളെ കാണാം.